2 tablespoon. ഫുള്ള് ചോദിച്ചോ? ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊരു സൺഡേ സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ. നീയാ ആ നീ DMT കഴിച്ചിട്ട് വേറെ വല്ല ഡ്രസ് കിട്ടാ? അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽക്ക് ഈ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വേണം. ഇത് കൊണ്ടുവന്ന പാടന്നെ അത് കയ്യിൽ പിടിച്ച് ഡാൻസ് കളിക്കാൻ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ അത് കയ്യിൽ പിടിച്ച് നടന്നീനത് എന്താ വെച്ചാല് അതിനൊരു ഇച്ചിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇവൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു കുപ്പി കൊണ്ടുവന്നാല് അത് കാലിയാവണം ഞാൻ തന്നെ അറിയലില്ല. അതുകൊണ്ട് തന്നെ ഈ കുപ്പി ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വെക്കലുമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എന്താ വെച്ചാൽ കടായി ചിക്കനും ഫ്രൈഡ് റൈസും പിന്നെ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു മധുര പലഹാരം കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ അവിടെ കേക്ക് വെച്ചിക്കണേ. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും അല്ലറ ചില്ലറ പണികളൊക്കെ എടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിൻ്റെ കുപ്പി കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കേക്ക് വെച്ചിട്ടുണ്ടേനി. അതൊക്കെ തോത്തി തടിച്ച് അതിക്ക് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചു. ഇനി നമ്മൾ ചിക്കൻ എടുക്കാം. വെള്ളം വല്ലാണ്ട് പാലാൻ വെച്ചിട്ടൊന്നുമില്ല. കാരണം ഇപ്പം ഒന്ന് ഉച്ചക്കത്തെ പരിപാടിക്ക് കയറാൻ വേണ്ടി ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടോ. അപ്പം ഇനി ഷടപടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കണം. അപ്പം ഞാൻ ചിക്കൻ മസാല വെച്ച് വെക്കണേ. വലിയ ഒരുപാട് ഒന്നുമില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലോർ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മസാല ഇട്ടി ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. കൂടുതൽ സമയം വെക്കണതാണ് നല്ലത്. പക്ഷേ ഞാൻ പറയില്ലേ കുറച്ച് നേരം വൈകി, അതുകൊണ്ട് കൂടുതൽ സമയം വെക്കാനില്ല. അല്ലെങ്കിലും നേരത്തെ കാലത്ത് എല്ലാം തീർക്കണം എന്ന് വിചാരിക്കണമെന്ന് ഒരുപാട് നേരം വൈകും. പ്രത്യേകിച്ച് സൺഡേ ഉള്ള മക്കളും കെട്ടിയവനൊക്കെ പെരയിലുള്ള ദിവസം എനിക്ക് ഭയങ്കര നേരം വെക്കലാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും നേരം വൈകും. ചതച്ചത് മണ്ണിക്കിടരുതിട്ടോ. അല്ലാ, മറ്റോനവിടെ വന്നിരിക്കണേ. അതിന് കണ്ണൊക്കെ പിന്നെ ആ കണ്ടതൊന്നും നേരം വൈകിന്റെ ഭാഗമായിട്ട് ഞാൻ അവരോട് എടുക്കാൻ പറഞ്ഞതല്ല കേട്ടോ. ഓൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ സഹായിച്ചു തരാന്ന് പറഞ്ഞ് ഓലായിട്ട് വന്ന് ഏറ്റെടുത്ത പണിയാണ് കേട്ടോ. അതിന് കയറ്റിപ്പണിയാക്കാൻ ഞാൻ മതിയോ എന്നുള്ളൊരു കാര്യമുള്ളൂ. ഞാൻ സവാള അരിയാണ് ഊക്കുണ്ടാക്കിയിരുന്നു. എനിക്ക് സവാളിനോട് എന്തോ വലിയ ദേഷ്യമുണ്ട്. അതൊന്നല്ല കേട്ടോ. സംഗതി ഞാൻ പറഞ്ഞില്ലേ നേരം വൈകിക്കണ്. അപ്പോൾ വേഗം അങ്ങോട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വിശക്കണോ പറഞ്ഞ നാരെ വൈക്കൊന്ന് മൊച്ചിമ്പളിയും വന്ന് എനിക്ക് പിന്നെ ഒരു സ്വൈരം ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ മുന്നേ എല്ലാതും കൊണ്ട് റെഡിയാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കർത്തവ്യം. അപ്പം ഞാൻ വേഗം എൻ്റെ കർത്തവ്യത്തേക്ക് കിടക്കട്ടെ കേട്ടോ. അപ്പം എല്ലാം അരിഞ്ഞും മുറിച്ചൊക്കെ വെച്ചിക്കണേ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചിടുക. അത് ചിക്കനും ജസ്റ്റ് ഒന്ന് പൊരിച്ചു. എത്ര വെള്ളം കൊണ്ട് മതി. അതിൻ്റെ ഇടയ്ക്ക് കെട്ടിയോണെന്ന് വയല് മൂടിലാണ് കേട്ടോ. വയല് കേൾക്കുന്നുണ്ട്. അതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നൗഷാദ് ബാക്കവിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ അജു ഇതൊക്കെ പാട് ഒപ്പൺ ഇട്ടാൽ പോരെ, എന്തിനത് ഓരോന്നോരോന്നായിട്ട് ഇതാക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓനതൊക്കെ ഒന്നിച്ചിട്ട് പോയി ഇങ്ങായിട്ട് നേരം വൈകി. അപ്പം ഞാൻ ആദ്യം ഒരു ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ. പിന്നെ ഈ പൊട്ടിപ്പൊരിയണത് എന്താണെന്ന് വെച്ചാൽ ഈ കോരിമ വെള്ളം ഉണ്ടായിട്ടോ. അതാണ് ഈ കിടന്ന് മയത്തുള്ളികൾ പോലെ പൊട്ടിപ്പൊരിയണത്. അപ്പം നമ്മൾ ചിക്കന് വെന്ത് 2 ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഓയിലിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയാണ്.
അങ്ങനെ ഒരടുപ്പത്ത് സവോള വയറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും അവിടെ ഒന്നിച്ചനാക്കാന്ന് വിചാരിച്ചു. ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ഉണ്ടാക്കാൻ നിന്നാലേ ഞാൻ പറഞ്ഞ മാതിരി വിശക്കണൂൻ്റെ വിളി വരും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത് കൊടുക്കാനായിക്കണേ. അത് അതിന് കാത്തിങ്ങനെ നിൽക്കാൻ കേട്ടോ അജു ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഇട്ട് പാടന്നെ ആളെന്താട്ടി തക്കാളി ഇതൊക്കെ പാടെ കണ്ടിട്ട് പിന്നെ അതൊക്കെ സൈഡിൽ കൂടെ കുറച്ചൊക്കെ കളഞ്ഞ് ആകെ എനിക്ക് പണിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊടികൾ ഇട്ടിട്ട് ഇടണം എന്ന് വിചാരിച്ചപ്പോഴേക്കും ചെങ്ങായി അതൊക്കെ ഇട്ട് എനിക്ക് ആകെ പണിയാക്കി തന്നിക്കണേ. പിന്നെ ഇവിടെ ഉപ്പിന്റെ പാത്രമൊക്കെ തട്ടി നല്ല വൃത്തിക്ക് വടിപ്പനാക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് അറിയുന്ന സാധനം നമുക്ക് എപ്പോഴും എടുക്കാനില്ലാത്തതാണല്ലോ. അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ, എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ചിക്കൻ കടായി ഉണ്ടാക്കുന്നത് ചെറിയൊരു മട്ടത്തിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പെർഫെക്റ്റ് റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റൂല, ഞാൻ ഉണ്ടാക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം, അത്രേ ഉള്ളൂ. കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ചധികം മല്ലിപ്പൊടി 2 സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിന്റെ പൊടിയും ചിക്കൻ മസാലയും, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പും പിന്നെ സോയാ സോസും ഒക്കെയാണല്ലോ. അപ്പോൾ ഏതായാലും ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞില്ലേ സോയാ സോസ് കുറച്ചുണ്ട്, കുറച്ച് അധികമായിപ്പോയി അത്. ഇന്നെൻ്റെ അസിസ്റ്റൻ്റ് അജുവാണേ. അപ്പം ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാതും അങ്ങോട്ട് കുറച്ച് അധികമായിട്ട് ഇങ്ങോട്ട് വയ്ക്കും, അതുകൊണ്ട് പറ്റിപ്പോയതാ. അപ്പം പിന്നെ ഞാൻ എനിക്ക് നമ്മൾ ചോറിനുള്ള അരി തിളച്ച് വന്നപ്പോൾ അതിനുള്ള അരി ഒക്കെ എടുത്തുകൊണ്ട് അതും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കുറുകൽ വേണ്ട, ഒരു ഇച്ചിരി കറിമാരി വേണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കനും കൂടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു ഇച്ചിരിയും കൂടി ഒന്ന് വേവിച്ചെടുക്കാണ്ട് ചിക്കൻ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങോട്ട് നല്ലപോലെ ഇങ്ങോട്ട് വെന്ത് എടുത്തിട്ടുണ്ടായില്ല കേട്ടോ, പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇടാം, മല്ലിയിലല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ക്യാപ്സിക്കം വേണമെങ്കിൽ ഇടാം, അതും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മളെ ചോറാണ് കേട്ടോ. അപ്പൊ ചോറിന് ഞാൻ ഒരിത്തിരി ഓയിലും ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാരറ്റ് അതൊന്ന് ഒരിത്തിരി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം സവോള ഇതിലേക്ക് പിന്നെയും കുറേ സാധനങ്ങളൊക്കെ ചേർക്കും കേട്ടോ. ക്യാപ്സിക്കം അതേപോലെ തന്നെ പിന്നെന്താ പച്ചപ്പട്ടാണി, ബീൻസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് അതൊരു കളർഫുൾ ആയിട്ട് വരിക. ഇന്നത് അത്ര വലിയ കളർഫുൾ ഒന്നും ഇല്ല. ഇനി പിന്നെ ക്യാരറ്റ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു കളർ മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അധികമൊക്കെ ചേർക്കണ്ടീനു, പക്ഷെ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് പിന്നെ അതൊക്കെ പാടെ കൂട്ടി അങ്ങോട്ട് യോജിപ്പിച്ചു. പിന്നെ കെച്ചപ്പും സോയാ സോസും അതും അതിനൊന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ ചോറ് ഒക്കെ ചേർത്ത് കൊടുത്തു. അപ്പോഴാണ് തോന്നിയത് ഇത് കുറച്ചധികം ക്യാരറ്റ് വേണ്ടീനു എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡിയായി. ബട്ടർ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു സ്വീറ്റും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. എൻ്റെ കാക്കേ എന്തെങ്കിലും ഒരു സാധനം ആദായത്തിൽ കിട്ടുമ്പോൾ അത് കുറച്ചധികം അങ്ങോട്ട് വാങ്ങിപ്പോരും കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് കണ്ടപ്പോൾ അത് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ച് അതിന് വെറുതെ കേടെടുത്തി കളയണില്ലാന്ന് നല്ലത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. ഈ ബീട്രൂട്ടിൻ്റെ ഈ ഒരു കളർ കണ്ടിട്ടേ എനിക്കിത് ഗ്രേറ്റ് ചെയ്യാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറേ സമയം അതിങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുൾ, നല്ല കാണാനൊരു രസമായിന് കേട്ടോ ആ ഒരു കളറ്. അപ്പം ഈ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. ഇത് ഉച്ചക്ക് വേണമെങ്കിൽ ചോറിന് കൂടെ കഴിക്കാം, അല്ലെങ്കിൽ 4 മണിക്ക് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ 4 മണി ആകുമ്പോൾ അതിന് വേറെ ഒന്ന് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. പിന്നെ ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് പിന്നീട് ഞാൻ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഈ ഒരു നെയ്യ് മാത്രമാണ് കേട്ടോ, ഇതിൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മാത്രമേ ഇനി അതെന്നെ കുട്ടികൾ കാണാത്തതുകൊണ്ട് കിട്ടിയതാണ്. പിന്നെ ആ ഒരു നെയ്യിൽ തന്നെ ഞാൻ നമ്മളെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു. സംഗതി ഉണ്ടാക്കണം എന്താ വെച്ചാൽ ഹൽവയാണ് കേട്ടോ. നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കൂലേ, സെയിം അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനേക്ക് കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുത്തു. സാധാരണ മിൽക്ക് മെയ്ഡിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ചെയ്യിക്കാരം. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡിനായിട്ട് പിന്നീടൊന്ന് പറഞ്ഞേക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ട വെച്ചു കേട്ടോ. പിന്നെ ഏലക്കായൻ്റെ ആ കുരു മാത്രം ഒന്ന് ചതച്ചുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ചേർത്ത്. പിന്നെ പാല് ഒരിത്തിരിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ അതിങ്ങനെ വേവിച്ചെടുക്കുക. അതിൻ്റെ അടുക്ക് ഓരോരുത്തർക്കായിട്ട് ചോറ് കാരണം വന്നപ്പോൾ ചോറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ചോറും പിന്നെ നമ്മളെ കടായിയും ഒക്കെ കൂട്ടി ഫ്രൈഡ് റൈസും ചിക്കൻ കടായിയും ഒക്കെ കൂട്ടിയിട്ട് ഞാനും അതിൻ്റെ അടുക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമ്മളെ ബീട്രൂട്ട് ഹൽവയ്ക്ക് വരാം.
പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് അജ്ജു പോയിട്ട് ഇപ്പച്ചിൻ്റെയൊക്കെ ഒന്ന് പൈസ ഒക്കെ വാങ്ങിയിട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ടു തന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോഴത്തേന് പിന്നെ ഞാൻ പഞ്ചസാര ചേർത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡേ ചേർത്തുള്ളൂ കേട്ടോ. ഇപ്പം ആ മിൽക്ക് മെയ്ഡ് കുറേ അങ്ങോട്ട് ചേർത്താൽ ആകപ്പാടെ മത്താവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിങ്ങനെ കുറുക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. സംഗതി സിമ്പിളാണ്, വേഗം പരിപാടി കഴിയും. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തേക്ക് ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാം കേട്ടോ. ബീട്രൂട്ട് ഹൽവ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ക്യാരറ്റ് ഹൽവ ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിക്കണേ. ബീട്രൂട്ട് ഹൽവയാണോ ക്യാരറ്റ് ഹൽവയാണോ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്യാരറ്റ് ആണ് എന്നുള്ളത്. ബീട്രൂട്ട് ഇനിയിപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തത് കുറവായതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, ആ ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ ചൊയ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാരറ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ പറ്റ മോശമാണെന്ന് പറയാനുമില്ല കേട്ടോ. നമ്മൾ വെറുതെ ബീട്രൂട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് മക്കൾക്ക് ഹെൽത്തി ആയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ക്യാരറ്റ് ഹൽവേൻ്റെ അത്ര ഇങ്ങോട്ട് ബീട്രൂട്ട് ഹൽവ എത്തിയില്ല എന്നുള്ളതാണ്. ഇനി മിൽക്ക് മെയ്ഡ് കുറവായതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ബീട്രൂട്ടൊക്കെ വെറുതെ ഉണ്ടായിരിക്കുമ്പോൾ പെട്ടെന്ന് മക്കൾക്ക് ഇതേമാതിരി എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ കുട്ടപ്പനാണ് ഇവൻ. അപ്പം നല്ല അടിപൊളി ഇനി. കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കി ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പാത്രം കാലിയായിട്ടുണ്ടായിരുന്നു. ഇത് ചൂടാറിനു മുന്നേ നിന്ന് തോണ്ടി ഓരോരുത്തരായിട്ട് തിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു മട്ട അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 3 ബീട്രൂട്ട് മാത്രം എടുത്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾ ചോദിച്ചു നിങ്ങൾക്ക് ഒരു 2 കൂടി ഏറെ എടുത്തിട്ട് ഉണ്ടാക്കി കൂടിനോ എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും പാലും പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് അഥവാ ഇത് വായിക്ക് വെക്കാൻ കൊള്ളൂലെങ്കിൽ പിന്നെ ഇപ്പോൾ എനിക്ക് സങ്കടാവൂലേ ഇത്രയും പഞ്ചസാരയൊക്കെ എടുത്തുകൊണ്ട്. ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് തോനെ ഉണ്ടാക്കാം. അപ്പം എന്തായാലും ഉണ്ടാക്കിയത് നല്ല അടിപൊളി കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഫുള്ള് കുക്കിങ്ങുമ്പോൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ബാക്കി ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ചിക്കൻ കടായിയും പിന്നെ നമ്മളെ ഫ്രൈഡ് റൈസും അതിൻ്റെ ബാക്കിൽ തന്നെ ഇത് തിന്നാനുള്ളൊരു ത്വരവുണ്ട്. ഈ മധുരക്കട്ടി അങ്ങോട്ട് തിന്ന് പിന്നെ പാമ്പ് ഒന്നായി ചേര മുങ്ങിയ മാതിരി കിടന്നൊരൊയക്കല്ലേ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. മക്കൾ ഇതാ ചൂട് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ടാണ് കോഴി കഴിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.